വെൽക്കം ടു ജയലാൻഡ് BS ലേണിംഗ് ക്ലാസ് റൂം. കേരള PSC 2025 10th പ്രിലിമിനറി സ്റ്റേജ് 4 എക്സാം നടത്തിയിരുന്നു. അതിന്റെ ഫൈനൽ ആൻസർ കീ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പറഞ്ഞു പോകുന്നത്. ഇനി വരാനിരിക്കുന്ന പരീക്ഷകളിൽ ചോദിക്കാൻ ഏറെ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ഇത് നന്നായിട്ട് പഠിച്ചു വെക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം പട്ടിക ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തന്നിട്ടുള്ളവ രാഷ്ട്രപതിയുടെയും പ്രധാനമന്ത്രിയുടെയും ചുമതലകൾ പരാമർശിക്കുന്നു, ഗോത്രമേഖലകളിലെ ഭരണ സംവിധാനങ്ങളെ പരാമർശിക്കുന്നു, കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കുമായി നൽകിയിട്ടുള്ള അധികാര വിഭജനം പരാമർശിക്കുന്നു, ഇന്ത്യൻ പാർലമെന്റിന്റെ പ്രധാന ചുമതലകൾ പരാമർശിക്കുന്നു. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കുമായി നൽകിയിട്ടുള്ള അധികാര വിഭജനം പരാമർശിക്കുന്നു. ഓപ്ഷൻ സി. 2. ഇന്ത്യൻ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കറിന് ലഭ്യമായ അംഗീകാരങ്ങളിൽ ചിലതാണ് താഴെ നൽകിയിരിക്കുന്നത്. ശരിയായവ തിരഞ്ഞെടുക്കുക. തന്നിട്ടുള്ളവ കായിക ലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന അംഗീകാരമായ ലോറസ് പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ, ഇന്ത്യൻ വ്യോമസേനയുടെ ഓണററി ഗ്രൂപ്പ് ക്യാപ്റ്റൻ പദവി ലഭിച്ച ആദ്യ വ്യക്തി, രാജ്യസഭയിലേക്ക് ആർട്ടിക്കിൾ 80 പ്രകാരം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മുഴുവൻ സമയ കായിക താരം, തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നാഷണൽ ഐക്കണായി തിരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റ് താരം. ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി. എല്ലാം ശരിയാണ്. തന്നിട്ടുള്ളവയെല്ലാം സച്ചിൻ ടെണ്ടുൽക്കറുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളാണ്. ഓപ്ഷൻ ഡി. മൂന്നാമത്തെ ചോദ്യം, കേരളത്തിലെ ചില പ്രശസ്ത കലാരൂപങ്ങളും അവയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയവരുടെ പേരുകളുമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായ ജോഡികൾ കണ്ടെത്തുക. ലെഫ്റ്റ് സൈഡ് തന്നിരിക്കുന്നത് കേരള നടനം, യക്ഷഗാനം, ചവിട്ടുനാടകം, കൂടിയാട്ടം. റൈറ്റ് സൈഡ് തന്നിരിക്കുന്നത് ചിന്നത്തമ്പിപ്പിള്ള, ഗുരു ഗോപിനാഥ്, ഗുരുമണി മാധവ ചാക്യാർ, പാർത്തി സുബ്ബ. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. കേരള നടനം, കേരള നടനം ഗുരു ഗോപിനാഥ്. യക്ഷഗാനം, യക്ഷഗാനം പാർത്തി സുബ്ബ. ചവിട്ടുനാടകം, ചവിട്ടുനാടകം ചിന്നത്തമ്പിപ്പിള്ള. കൂടിയാട്ടം, കൂടിയാട്ടം വരുന്നത് ഗുരുമണി മാധവ ചാക്യാർ. ഓപ്ഷൻ എ. നാലാമത്തെ ചോദ്യം, ലിഗ്നോസാറ്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി. ലോകത്തിലെ ആദ്യത്തെ തടി കൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹമാണിത്. ലോകത്തിലെ ആദ്യത്തെ തടി കൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹമാണിത്. 5. ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടാത്തത്. ഇവിടെ തന്നിട്ടുള്ളത് വ്യോമ അതിർത്തി, ജല അതിർത്തി, മറ്റൊരു രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യത്തിന്റെ എംബസികൾ, ഹൈ കമ്മീഷനുകൾ, ഇന്ത്യക്കകത്തുള്ള മറ്റ് രാജ്യത്തിന്റെ എംബസികൾ, ഹൈ കമ്മീഷനുകൾ, കസ്റ്റംസ് നിയന്ത്രണത്തിന് കീഴിലുള്ള ഓഫ്ഷോർ സംരംഭങ്ങൾ നടത്തുന്ന ഫ്രീ സോണുകൾ. ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടാത്തത് ഇന്ത്യക്കകത്തുള്ള മറ്റ് രാജ്യത്തിന്റെ എംബസികൾ, ഹൈ കമ്മീഷനുകൾ. ആൻസർ ഓപ്ഷൻ സി. 6. ലോക നഗര ദിനത്തിൽ യുനെസ്കോ പുറത്തിറക്കിയ 55 ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതും സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചതുമായ കേരളത്തിലെ ആദ്യ നഗരം. ആദ്യ നഗരം കോഴിക്കോട്. ഓപ്ഷൻ ഡി, കോഴിക്കോട്. 7. ചോദ്യം, തിരികെ സ്കൂളിലേക്ക് എന്ന ശാക്തീകരണ ക്യാമ്പയിൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ എ. സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞം. ആൻസർ ഓപ്ഷൻ എ. 8. ചോദ്യം, ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ഉചിതമായ ആശയങ്ങൾ തിരിച്ചറിയുക. ഇവിടെ തന്നിട്ടുള്ളത് ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്ക് ആവശ്യാനുസരണം കമ്പനികളുമായി ഔപചാരിക കരാറുകളിൽ ഏർപ്പെടാൻ സാധിക്കുന്നില്ല. താൽക്കാലികവും സമയബന്ധിതവുമായി പൂർത്തിയാക്കേണ്ട തൊഴിലുകളാണിവ. ഒരേ സമയം ഒന്നിലധികം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുവാൻ സാധിക്കുന്നു. ഇവിടെ ശരിയായ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉം ശരിയാണ്. 2ഉം 3ഉം താൽക്കാലികവും സമയബന്ധിതവുമായി പൂർത്തിയാക്കേണ്ട തൊഴിലുകളാണിവ. ഒരേ സമയം ഒന്നിലധികം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുവാൻ സാധിക്കുന്നു. ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ 2ഉം 3ഉമാണ്. ഓപ്ഷൻ ബി. 9. ചോദ്യം, രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേര്.
ഓപ്ഷൻ ഡി ഗണതന്ത്ര മണ്ഡപം. ഓപ്ഷൻ ഡി ഗണതന്ത്ര മണ്ഡപം. 10ാമത്തെ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 11ാമത്തെ ചോദ്യം. സിന്ധു നദിയുടെ പോഷക നദികൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായത് ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. സിന്ധു നദിയുടെ പോഷക നദികൾ ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. ആൻസർ ഓപ്ഷൻ എ. 12. ഇന്ത്യയിലെ കാർഷിക കാലങ്ങളിലെ റാബിയുടെ ശരിയായ വിളയിറക്കൽ കാലം. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി നവംബർ മധ്യം. ഓപ്ഷൻ സി നവംബർ മധ്യം. 13ാമത്തെ ചോദ്യം. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ നഗരം. ഓപ്ഷൻ ഡി മുംബൈ. ഓപ്ഷൻ ഡി മുംബൈ. 14ാമത്തെ ചോദ്യം. 1959 ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്കുശാല. ഓപ്ഷൻ ബി ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, റൂർക്കേല. ഓപ്ഷൻ ബി ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, റൂർക്കേല. 15. ഇന്ത്യയിലെ 6 വരിപ്പാതകളായ സൂപ്പർ ഹൈവേകളെ ചേർത്ത് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ എന്ന് പേര് നൽകിയിട്ടുള്ള റോഡ് ഏതെല്ലാം നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ഓപ്ഷൻ ബി ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. ഉത്തരം ഓപ്ഷൻ ബി ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. 16ാമത്തെ ചോദ്യം. 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന ഏതെല്ലാം താലൂക്കുകളാണ് മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത്? ആൻസർ ഓപ്ഷൻ എ തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട്. ആൻസർ ഓപ്ഷൻ എ. 17. ഡോക്ടർ DS കോത്താരി കമ്മീഷന്റെ ശുപാർശകളിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? തന്നിട്ടുള്ളത് 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം, സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം, ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം, മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം. ഇവിടെ ശരിയായ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം. കോത്താരി കമ്മീഷന്റെ ശുപാർശകളിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ സി ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം. 18ാമത്തെ ചോദ്യം. കേരളത്തിലെ ഏത് നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ചത്? ഓപ്ഷൻ ബി പറവൂർ. ഓപ്ഷൻ ബി പറവൂർ. 19. തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ നിന്ന് ലഭിക്കുന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ലിഗ്നൈറ്റ്. ഓപ്ഷൻ ഡി ലിഗ്നൈറ്റ്. 20. സാമൂഹിക പരിഷ്കർത്താക്കളും അവർ രൂപം നൽകിയ പ്രസ്ഥാനങ്ങളുമാണ് താഴെ നൽകിയിരിക്കുന്നത് തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടെത്തുക. ഇവിടെ തന്നിട്ടുള്ളത് വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം, VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ, കുമാര ഗുരുദേവൻ സമത്വ സമാജം, പണ്ഡിറ്റ് KP കറുപ്പൻ അരേ സമാജം. ഇവിടെ തെറ്റായ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി ആണ്. കുമാര ഗുരുദേവൻ സമത്വ സമാജം. അതാണ് തെറ്റായ ഓപ്ഷൻ. സമത്വ സമാജം വൈകുണ്ഠസ്വാമികളാണ്. കുമാര ഗുരുദേവൻ സ്ഥാപിച്ചതാണ് പ്രത്യക്ഷ രക്ഷ ദൈവസഭ. അടുത്ത ചോദ്യം. ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടയായി 1893 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിത. ആനി ബെസന്റ്. ഓപ്ഷൻ ഡി ആനി ബെസന്റ്. 22. നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ഏത്? ഓപ്ഷൻ ഡി ചൗരി ചൗര സംഭവം. ഓപ്ഷൻ ബി ചൗരി ചൗര സംഭവം. 23. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട ഭരണാധികാരി. ഓപ്ഷൻ ഡി ബഹദൂർ ഷാ രണ്ടാമൻ. ഓപ്ഷൻ ഡി ബഹദൂർ ഷാ രണ്ടാമൻ. 24. ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനി. ഓപ്ഷൻ എ ബാലഗംഗാധര തിലകൻ. ഓപ്ഷൻ എ ബാലഗംഗാധര തിലകൻ. 25. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ അവനീന്ദ്രനാഥ ടാഗോർ. ഓപ്ഷൻ ബി അവനീന്ദ്രനാഥ ടാഗോർ. 26. ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണത്തിന് വേണ്ടി 1950 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ പുതിയ രൂപം. ഓപ്ഷൻ എ നീതി ആയോഗ്. ഓപ്ഷൻ എ നീതി ആയോഗ്. 27ാമത്തെ ചോദ്യം.
പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചതാര്? ആൻസർ ഓപ്ഷൻ സി ദാദാഭായ് നവറോജി. ആൻസർ ഓപ്ഷൻ സി ദാദാഭായ് നവറോജി. 28 ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്. ഓപ്ഷൻ എ രാജാറാം മോഹൻ റോയ്. ആൻസർ ഓപ്ഷൻ എ രാജാറാം മോഹൻ റോയ്. 29ാമത്തെ ചോദ്യം, ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയമിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ. ആൻസർ ഓപ്ഷൻ ഡി ഫസൽ അലി. ആൻസർ ഓപ്ഷൻ ഡി ഫസൽ അലി. 30 ആരാധനാ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന പ്രക്ഷോഭങ്ങളുടെ സ്വാധീന ഫലമായി തിരുവിതാംകൂർ സർക്കാർ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം. 1936. ഓപ്ഷൻ സി 1936. 31ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉൾപ്പെടാത്തത് ഓപ്ഷൻ എ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. ആൻസർ ഓപ്ഷൻ എ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. അടുത്ത ചോദ്യം, അർദ്ധ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് നിലവിലുള്ള രാജ്യം ഏതാണ്? ഓപ്ഷൻ സി ശ്രീലങ്ക. ഓപ്ഷൻ സി ശ്രീലങ്ക. 33ാമത്തെ ചോദ്യം, ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്തരിച്ചപ്പോൾ പ്രസിഡന്റ് പദം ഏറ്റെടുത്തത് ആരായിരുന്നു? ഓപ്ഷൻ സി ബാസപ്പ ദാനപ്പ ജട്ടി. ഓപ്ഷൻ സി. 34ാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര തർക്കങ്ങൾ മാധ്യസ്ഥം വഴി ഒത്തുതീർപ്പാക്കുന്നതിന് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്ന് പരാമർശിക്കുന്ന അനുച്ഛേദം. ആൻസർ ഓപ്ഷൻ ഡി അനുച്ഛേദം 51(4). ആൻസർ ഓപ്ഷൻ ഡി അനുച്ഛേദം 51(4). 35 രാജ്യസഭയുടെ അധ്യക്ഷനും ഉപാധ്യക്ഷനും ലോകസഭയുടെ സ്പീക്കർക്കും ഡെപ്യൂട്ടി സ്പീക്കർക്കുമുള്ള ശമ്പളം, ബത്ത ഇവയെക്കുറിച്ച് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ ആർട്ടിക്കിൾ. ആൻസർ ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 97. ആൻസർ ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 97. 36ാമത്തെ ക്വസ്റ്റ്യൻ, തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഇവിടെ തന്നിട്ടുള്ളത് ഹൈക്കോടതിയിലെ ജഡ്ജിയുടെ കർത്തവ്യ പെരുമാറ്റത്തെപ്പറ്റി സംസ്ഥാന നിയമനിർമ്മാണ സഭയിൽ ചർച്ചയാകാം. നിയമസഭയിലെ അംഗമായി തിരഞ്ഞെടുക്കുവാൻ ഒരു അവിമുക്ത നിർധനനായിരിക്കുവാൻ പാടില്ല. ഗവർണറുടെ ശമ്പളവും ബത്തയും സഞ്ചിത നിധിയിൽ ഉൾപ്പെട്ടതാണ്. ഹൈക്കോടതി ജഡ്ജിമാർക്ക് ശമ്പളം പാർലമെന്റ് നിയമം വഴി തീരുമാനിക്കുന്നു. ഇവിടെ തെറ്റായ പ്രസ്താവന വരുന്നത് ഓപ്ഷൻ എ ആണ്. ഹൈക്കോടതിയിലെ ജഡ്ജിയുടെ കർത്തവ്യ പെരുമാറ്റത്തെപ്പറ്റി സംസ്ഥാന നിയമനിർമ്മാണ സഭയിൽ ചർച്ചയാകാം. ആൻസർ ഓപ്ഷൻ എ. 37 വിവരാവകാശ കമ്മീഷൻ ഘടന. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. മുഖ്യ വിവരാവകാശ കമ്മീഷൻ, സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ, സെക്രട്ടറി, നിയമവിദഗ്ധൻ, ധനകാര്യ വിദഗ്ധൻ, ജോയിന്റ് സെക്രട്ടറി, സെക്ഷൻ ഓഫീസർ. ആൻസർ ഓപ്ഷൻ സി. 38 നിലവിലെ കേരള വിവരാവകാശ കമ്മീഷണർ. ആൻസർ ഓപ്ഷൻ സി ശ്രീ വി ഹരി നായർ. ആൻസർ ഓപ്ഷൻ സി ശ്രീ വി ഹരി നായർ. 39ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാഗ് റോഡ് ഉദ്ഘാടനം നടന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി NH 66 മുംബൈ ഗോവ. ആൻസർ ഓപ്ഷൻ ബി NH 66 മുംബൈ ഗോവ. 40ാമത്തെ ചോദ്യം, സമൂഹത്തിലെ ഭൗതിക സ്വത്തുക്കളുടെ ഉടമസ്ഥതയും നിയന്ത്രണവും സർക്കാരിന് ഏറ്റെടുത്ത് പൊതുനന്മയ്ക്കായി വിതരണം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ഓപ്ഷൻ ഡി അനുച്ഛേദം 39(b). അനുച്ഛേദം 39(b). 41ാമത്തെ ചോദ്യം, കേരളത്തിൽ സ്ഫടിക മണൽ സമ്പന്നമായ ജില്ല. ആലപ്പുഴ. ഓപ്ഷൻ ഡി ആലപ്പുഴ. 42ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത്? ഓപ്ഷൻ എ പള്ളിവാസൽ. ഓപ്ഷൻ എ പള്ളിവാസൽ. 43 ചെറുതും വലുതുമായ കേരളത്തിലെ കായലുകളുടെ എണ്ണം. 34. ഓപ്ഷൻ ബി 34. 44 പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ്? വയനാട്. ഓപ്ഷൻ എ വയനാട്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും ചെറിയ നദി.
മഞ്ചേശ്വരം പുഴ. ഓപ്ഷൻ ബി മഞ്ചേശ്വരം പുഴ. 46-ാമത്തെ ചോദ്യം, അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി സി ബാലകൃഷ്ണൻ. ഓപ്ഷൻ ബി സി ബാലകൃഷ്ണൻ. 47-ാമത്തെ ചോദ്യം, കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല പാലക്കാട്. ഓപ്ഷൻ സി പാലക്കാട്. 48, പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. ഓപ്ഷൻ സി ആനമുടി. 49, കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി. ഓപ്ഷൻ എ കല്ലട. 50, തണ്ണീർമുക്കം ബണ്ട് ഏത് കായലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? വേമ്പനാട്. ഓപ്ഷൻ ബി വേമ്പനാട്. 51, അയ്യങ്കാളി ജനിച്ച ജില്ല ഏത്? ആൻസർ ഓപ്ഷൻ ഡി തിരുവനന്തപുരം. ഓപ്ഷൻ ഡി തിരുവനന്തപുരം. 52-ാമത്തെ ചോദ്യം, ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈനിക തലവൻ ഗിഫോർഡ്. ആൻസർ ഓപ്ഷൻ സി ഗിഫോർഡ്. 53-ാമത്തെ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 54, പൊന്നാനി താലൂക്കിൽ 1896 മാർച്ച് 26-ന് ജനിച്ച നവോത്ഥാന നായകൻ. ആൻസർ ഓപ്ഷൻ ബി VT ഭട്ടതിരിപ്പാട്. ആൻസർ ഓപ്ഷൻ ബി VT ഭട്ടതിരിപ്പാട്. 55, താഴെ പറയുന്നവയിൽ ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധമില്ലാത്തതേത്? ഓപ്ഷൻ സി പാലിയം സത്യാഗ്രഹം. ഓപ്ഷൻ സി പാലിയം സത്യാഗ്രഹം. 56, എത്രാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനമാണ് 1920-ൽ മഞ്ചേരിയിൽ നടന്നത്? ഓപ്ഷൻ ഡി 5. ഓപ്ഷൻ ഡി 5. 57, താഴെ പറയുന്ന നവോത്ഥാന നായകരിൽ ഒരേ വർഷം ജനിച്ചവർ ആരെല്ലാം? ആൻസർ ഓപ്ഷൻ എ ഡോക്ടർ പൽപ്പു അയ്യങ്കാളി. ഡോക്ടർ പൽപ്പുവും അയ്യങ്കാളിയും ജനിച്ചത് 1863-ലാണ്. ആൻസർ ഓപ്ഷൻ എ. 58-ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാസർഗോഡ് ജില്ലയിൽ നടന്ന സമരം ഏത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി കയ്യൂർ സമരം. ഓപ്ഷൻ ബി കയ്യൂർ സമരം. 59, ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മലബാറിൽ നേതൃത്വം നൽകിയ വനിതയാര്? ആൻസർ ഓപ്ഷൻ എ AV കുട്ടിമാളു അമ്മ. ഓപ്ഷൻ എ AV കുട്ടിമാളു അമ്മ. 60-ാമത്തെ ചോദ്യം, പ്രത്യക്ഷ രക്ഷ ദൈവസഭ സ്ഥാപിച്ചത് ആര്? ഓപ്ഷൻ എ കുമാരഗുരുദേവൻ. ഓപ്ഷൻ എ കുമാരഗുരുദേവൻ. 61, അപകടത്തിൽ ഒരു വ്യക്തിയുടെ സെറിബെല്ലത്തിന് തകരാറ് സംഭവിച്ചു. ഇത് ആ വ്യക്തിയെ എങ്ങനെ ബാധിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ് ശരീര തുലന നില പാലിക്കപ്പെടുന്നില്ല. സെറിബെല്ലത്തിന് തകരാറ് സംഭവിച്ചാൽ ശരീര തുലന നില പാലിക്കപ്പെടുന്നില്ല. 62, ശരിയായ ജോഡി കണ്ടെത്തുക. 62-ാമത്തെ ചോദ്യം ശരിയായ ജോഡി കണ്ടെത്താനാണ്. ഇവിടെ തന്നിട്ടുള്ളത് ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചു വാൾട്ടർ ജി റോസൺ. ജീവശാസ്ത്രത്തിന്റെ പിതാവ് ജോൺ റേ. സ്പീഷീസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചു അരിസ്റ്റോട്ടിൽ. വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് ചരകൻ. ഇവിടെ ശരിയായ ജോഡി ഓപ്ഷൻ എ ആണ്. ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വാൾട്ടർ ജി റോസൺ ആണ്. പിന്നെ തന്നിട്ടുള്ളത് ജീവശാസ്ത്രത്തിന്റെ പിതാവ് ജോൺ റേ എന്നാണ്. തെറ്റായ ജോഡിയാണ്. ജീവശാസ്ത്രത്തിന്റെ പിതാവ് അരിസ്റ്റോട്ടിലാണ്. സ്പീഷീസ് എന്ന പദം ഉപയോഗിച്ചത് ജോൺ റേ ആണ്. വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് കാൾ ലിനേയസ് ആണ്. അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ള ജോഡി ഓപ്ഷൻ എ മാത്രമാണ്. 63, അസ്ഥിയെ പൊതിഞ്ഞു കാണപ്പെടുന്ന സ്ഥലം പെരിയോസ്റ്റിയം. ഓപ്ഷൻ സി പെരിയോസ്റ്റിയം. 64-ാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിന്റെ കുടൽ ഭിത്തിയിൽ വെച്ച് ചില ബാക്ടീരിയകൾക്ക് ഈ ജീവകം നിർമ്മിക്കുവാനും അതിനാൽ ഭക്ഷണത്തിലൂടെ ലഭിക്കേണ്ട ഈ ജീവകത്തിന്റെ അളവ് കുറഞ്ഞാലും അപര്യാപ്തത വരുന്നില്ല. ഇവിടെ പരാമർശിക്കുന്ന ജീവകം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ജീവകം കെ. ജീവകം കെ. 65-ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 66, ജന്തുജന്യ രോഗമായ മഞ്ഞപ്പനി പരത്തുന്ന രോഗാണു ഏത്? ജന്തുജന്യ രോഗമായ മഞ്ഞപ്പനി പരത്തുന്ന രോഗാണു വൈറസ്. ഓപ്ഷൻ ബി വൈറസ്.
67 ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 68 കേരള സർക്കാരിൻ്റെ കീഴിലുള്ള സാമൂഹ്യ നീതി വകുപ്പ് BPL വിഭാഗത്തിൽപ്പെടുന്ന പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി ഏതാണ്? വയോമധുരം. ഓപ്ഷൻ ബി വയോമധുരം. 69 ചോദ്യം കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരം. ഓപ്ഷൻ സി തിരുവനന്തപുരം. 70 കാർഡിയോളജി ഏത് അവയവത്തിന്റെ തകരാറുകൾ കൈകാര്യം ചെയ്യുന്ന വൈദ്യശാസ്ത്ര ശാഖയാണ്? ഹൃദയം. ഓപ്ഷൻ ബി ഹൃദയം. 71 ഏതുതരം മാധ്യമത്തിലൂടെയാണ് ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത്? ഖരം. ഓപ്ഷൻ എ ഖരം. 72 ചോദ്യം പ്രവൃത്തിയുടെ അതേ യൂണിറ്റ് ഉപയോഗിക്കുന്ന അളവ് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി ആണ് ഊർജം. ഓപ്ഷൻ ബി ഊർജം. പ്രവൃത്തിയുടെ അതേ യൂണിറ്റ് ഉപയോഗിക്കുന്ന അളവ് ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഊർജം. 73 ഒരു സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുന്ന അവസരത്തിൽ വൈദ്യുതിയുടെ ഏത് ഫലമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ ബി രാസഫലം. ഓപ്ഷൻ ബി രാസഫലം. 74 ചോദ്യം ചന്ദ്രനിലെ ഗുരുത്വാകർഷണ ത്വരണം എത്രയായിരിക്കും? ഓപ്ഷൻ സി ആണ് വരുന്നത്. ഓപ്ഷൻ സി 1.62 m/s². 75 ആറ്റത്തിന്റെ പ്ലം പുട്ടിംഗ് മാതൃക അവതരിപ്പിച്ചതാരാണ്? ആൻസർ ഓപ്ഷൻ എ ജെ തോംസൺ. ഓപ്ഷൻ എ ജെ തോംസൺ. 76 ചലിക്കും ചുരുൾ മൈക്രോഫോണിൽ നടക്കുന്ന ഊർജമാറ്റം ഏത്? ഓപ്ഷൻ സി ശബ്ദോർജം വൈദ്യുതോർജമായി മാറുന്നു. ഓപ്ഷൻ സി ശബ്ദോർജം വൈദ്യുതോർജമായി മാറുന്നു. 77 ചോദ്യം ചുവടെ കൊടുത്തവയിൽ നിന്ന് സദിശ അളവ് കണ്ടെത്തുക. തന്നിട്ടുള്ളത് ദൂരം, വേഗം, പ്രവേഗം, സമയം. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി പ്രവേഗം. ഓപ്ഷൻ സി പ്രവേഗം. 78 ഭക്ഷ്യപദാർത്ഥങ്ങൾക്ക് മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏത്? ഓപ്ഷൻ എ ടാർട്രസിൻ. ഓപ്ഷൻ എ ടാർട്രസിൻ. 79 ഏത് ലോഹത്തിന്റെ അയിരാണ് കലാമിൻ? സിങ്ക്. ഓപ്ഷൻ ബി സിങ്ക്. 80 ചോദ്യം ഏത് മൂലകത്തിന്റെ പ്രതീകമാണ് K എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത്? പൊട്ടാസ്യം. ഓപ്ഷൻ സി പൊട്ടാസ്യം. പൊട്ടാസ്യത്തിന്റെ ലാറ്റിൻ നാമമായ കാലിയം എന്ന വാക്കിൽ നിന്നാണ് K എന്ന പ്രതീകം എടുത്തിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ സി. ഇനി വരുന്നത് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഉത്തരങ്ങൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. നോക്കാം. 81 ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ 9. ഓപ്ഷൻ എ 9. 82 ചോദ്യം ഉത്തരം വരുന്നത് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി 5/7. 83 ആൻസർ ഓപ്ഷൻ ഡി ആണ്. 84 ആൻസർ ഓപ്ഷൻ ബി. 84 ആൻസർ ഓപ്ഷൻ ബി. 85 ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. 86 ക്വസ്റ്റ്യന് PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 87 ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ. 88 ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. 89 ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി. 90 ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി 12 മിനിറ്റിന് ശേഷം. ഉത്തരം ഓപ്ഷൻ ഡി. 91 ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ എ 1. ഓപ്ഷൻ എ. 92 ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി. 93 ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി. 94 ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. 95 ഉത്തരം വരുന്നത് ഓപ്ഷൻ എ സാഹിത്യം. ഓപ്ഷൻ എ. 96 ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. 97 ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ത്രികോണം. 98 ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. 99 ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ 100 ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി 75. അപ്പോൾ PSCയുടെ ഫൈനൽ ആൻസർ കീ അനുസരിച്ചുള്ള ഉത്തരങ്ങളാണ് പറഞ്ഞു പോയത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.